സ്വതന്ത്ര ഭാരതത്തിൽ അശരണരും നിരാലംബരുമായി അടുപ്പിച്ചാലിലേക്ക് തഴയപ്പെട്ട മുസ്ലിം സമൂഹം ഇന്നിൻ്റെ ഔന്നത്യങ്ങളിലേക്കും ഉത്കൃഷ്ടതയിലേക്കും നടത്തിയ പ്രയാണത്തിൻ്റെ കഥ മുസ്ലിം ഉമ്മ ഖായിദെ മില്ലത്തിൻ്റെ കരങ്ങളിലേക്ക്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുപമമായ പ്രവർത്തന ശൈലി കൊണ്ടും അത്യുത്കൃഷ്ടമായ ജീവിത രീതി കൊണ്ടും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വ്യത്യസ്തമായൊരു കയ്യൊപ്പ് പതിപ്പിച്ച് കാലത്തിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് ഇതിഹാസതുല്യം നടന്നു കയറിയ സമാനതകളില്ലാത്ത നേതാവ്. ഇന്നലെ രാത്രി അങ്ങാടിയിൽ ഇപ്പം എന്താ നടന്നത്? അടിയും പിടിയൊക്കെ ഉണ്ടായിന്ന് കേട്ടല്ല. എന്താ പ്രശ്നം? വെറുതെ തുറ കളിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയാൽ കേസും കൂട്ടുകാട്ടെ അതിന്റെ വയ്യാതെ നടന്നാ തീരൂല. മോനറിയോ ഈ പാപ്പന്റെ പേര്? നിങ്ങളും നിങ്ങളൊരു സമുദായക്കാരും സമുദായത്തിന്റെ പേരും പറഞ്ഞു സമുദായത്തിനും സമൂഹത്തിനും എന്താ നിങ്ങൾ ചെയ്തത്? ഇന്ത്യൻ മുസൽമാന്റെ ചങ്കിലെ അവസാനത്തുള്ളി ചോരയും ഈ മണ്ണിൽ ഇറ്റ് വീഴുന്നത് വരെ ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവും. അടച്ചോ നിലനിർത്തും. അഴുകേറും നേതാക്കന്മാർ നീട്ടിയ പാതാക മുസ്ലിം ലീഗിൽ പച്ച പാതാക. ഇവരെ പാർട്ടിനെ എതിർക്കുന്നതിനെ കൊണ്ട് നമ്മളെപ്പോലുള്ളവർ കോരിട്ട പേരാ അൾട്രാ പാർട്ടി. 1948 മദിരാശിയിലെ രാജാജി ഹാളിൽ രൂപം കൊണ്ടൊരു മുസ്ലിം ലീഗിനെ. അവിടെ നിങ്ങൾക്ക് തെറ്റി. സുൽഫി ഇപ്പൊ അൾട്രാ പാർട്ടിയൊക്കെ വിട്ട് ഒറിജിനൽ പാർട്ടിക്കാരനാണ്. പാണക്കാട് കുടുംബത്തിന്റെ പാർട്ടി. ഭാരത മുസൽമാന്റെ പൂങ്കാവനമല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ശാശ്വതമേകും നവഭാസുരമാക്കും മാനവമീ സന്ദേശം. സിന്ദാബാദ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് 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 ഹൈദരലി തങ്ങൾ സിന്ദാബാദ്. 1979 ഒക്ടോബർ 12 ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം ലീഗുകാരൻ കേരള സംസ്ഥാനത്തിൻ്റെ സിംഹാസനങ്ങളിലേക്ക് നടന്നു കയറുന്നതിന് കേരള ജനത സാക്ഷ്യം വഹിച്ചു. ആ മനുഷ്യന്റെ മനോവിഷമം നിങ്ങൾ ഈ പറഞ്ഞ അണികളും നേതാവും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ നെഞ്ചത്ത് കൈവച്ച് പറ, ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പറ, ശിഹാബ് തങ്ങൾ സമുദായത്തിന് എന്ത് ദ്രോഹം ചെയ്തത്? കാലായില്ലേ ഞാനത് പിടിക്കാതെ നടക്കണം. ഇനിയുള്ള കാലം ഞാനിതൊന്ന് പിടിച്ചു നടന്നോട്ടെ. പാണക്കാട്ടെ സെയ്തന്മാർ എന്നെന്നും നയിച്ചിടും ദേശമില്ല ഭാഷയില്ല നമ്മളെന്നും ഒന്നല്ലേ. കാലപ്രവാഹത്തിൻ്റെ പരിണാമങ്ങളെ മൈലുകൾക്കപ്പുറത്തു നിന്ന് നോക്കിക്കണ്ട മഹാരഥന്മാർ സ്നേഹലാനലകൾ നൽകി പോറ്റി വളർത്തിയ ഈ പ്രസ്ഥാനത്തെ ഇന്ന് നയിക്കുന്നത് കരുണാമയനായ അള്ളാഹു നിയോഗിച്ച സകല സൃഷ്ടിജാലങ്ങൾക്കും കാരുണ്യവാനായ മുത്തനബിയുടെ പേരക്കുട്ടികളായ മഹാമനീഷികളാണ്. ഈ സമുദായം നെഞ്ചേറ്റിയ, ഈ സമുദായത്തെ സദാസമയവും സേവിക്കുന്ന ത്യാഗ്യവര്യന്മാർ ഈ പ്രയാണത്തിന് നേതൃത്വം നൽകുമ്പോൾ നമ്മൾ പിന്നെ മറ്റെവിടെ പോകാനാണ്? തങ്ങളുടെ എക്കാലത്തെയും വലിയൊരാഗ്രഹം ഈ സമുദായത്തിൻ്റെ വിശാല ഐക്യവും അതിലൂടെ ഉന്നമനത്തിലേക്കുള്ള പ്രയാണമാണ്. നമ്മുടെ സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. അതിപ്പം പരസ്പരം ചിന്തിക്കാതെ വിട്ടുനിൽക്കാതെ ഏകോദര സാധനത്തെ ജീവിക്കാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സന്ദേശം മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നിസ്കരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നിസ്കരിക്കാത്തവനെ മുസ്ലിം ലീഗിന് ആവശ്യമില്ല. അള്ളാഹുവിന് നന്ദി ചെയ്യാൻ കഴിയാത്തവന് സമുദായത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല.